ഞാൻ ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തെ തെളിയിക്കേണ്ട ബാധ്യതയുള്ളത് ആർക്കാണ്? ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയണം. നിങ്ങളുടെ അതേ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രന്റെ അമ്മായി അപ്പനെതിരായിക്കൊണ്ട് ഞാനൊരു ആരോപണം ഉന്നയിക്കാം. അങ്ങനെ ഒരാളുണ്ടോ, അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായി ഞാനൊരു ആരോപണം ഉന്നയിക്കാം. ഒരു കാര്യത്തിലും വ്യക്തമായ ഒരു മറുപടിയും ഇല്ലാത്ത കുറെ ആൾക്കാർ ഇനി ഏത് ചാനലിലോട്ടാണാവോ? ഉമ്മൻചാണ്ടിയുടെ മുന്നിലെ പാൻസിൽ മൂത്രമൊഴിച്ച് നിൽക്കുന്നത് പോലെയാണല്ലോ അയാളുടെ ശരീരഭാഷ കണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ ട്രൗസർ പൊക്കി നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അത് നോക്കിയവർക്കേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. കൺകറന്റ് ലിസ്റ്റ് അറിയാത്ത ഒരാളാണ് താങ്കളെങ്കിൽ പൊതുസമൂഹത്തോട് താങ്കൾ മാപ്പ് ചോദിക്കണം. നിങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് പരീക്ഷിക്കാൻ ചോദിച്ചതാ. ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. വീരചരമം പ്രാപിച്ചപ്പോ ആരാണ് അദ്ദേഹത്തെ ഷഹീദായിട്ടുള്ള ഭഗത് സിംഗിനെ സന്ദർശിച്ചത് എന്ന ചോദ്യം ആ സാറ് മറുപടി പറയട്ടെ. ഇതുപോലെയുള്ള ന്യൂസ് ചവറുകളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.